അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധഭീഷണികൾ നിലനിൽക്കുന്നതിനിടെ ഒമാൻ കടലിൽ സംയുക്ത നാവിക അഭ്യാസങ്ങൾ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇറാനും റഷ്യയും. ജനീവയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന രണ്ടാം ഘട്ട ചർച്ചയിലും കാര്യമായ പുരോഗതി ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ സുപ്രധാന നീക്കം. മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന US നാവികസേനയ്ക്ക് വെല്ലുവിളി സൃഷ്ടിച്ച് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൈന്യം കഴിഞ്ഞ ദിവസം അഭ്യാസങ്ങൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനും റഷ്യയും സംയുക്ത നാവിക അഭ്യാസം ഒമാൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി നടത്താൻ പോകുന്നത്. കടൽ സുരക്ഷ ശക്തിപ്പെടുത്തുക, ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് സംയുക്ത നാവിക അഭ്യാസത്തിന്റെ വക്താവ് റിയൽ അഡ്മിറൽ ഹസൻ മഖ്സുദ്ലു പറഞ്ഞു. ജനീവയിലെ ചർച്ചകൾക്ക് മുന്നോടിയായി US ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സൈനിക വിന്യാസം ശക്തമാക്കിയിരുന്നു. വിമാനവാഹിനി കപ്പലുകളടക്കം അയച്ച് പശ്ചിമേഷ്യയിലെ സൈനിക ശക്തി അമേരിക്ക വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയെ വീണ്ടും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ശക്തമായി ആക്രമിക്കാൻ കഴിയുമെന്നും വിമാനവാഹിനി കപ്പലിനെ കടലിന്റെ അടിത്തട്ടിലേക്ക് അയക്കാൻ കഴിയുമെന്നുമാണ് ഖമേനി പറഞ്ഞത്. കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിൽ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഖമേനിയുടെ മുന്നറിയിപ്പ് പുറത്തു വന്നത്. തീർച്ചയായും ഒരു വിമാനവാഹിനി കപ്പൽ അപകടകരമായ യന്ത്രമാണ്. എന്നാൽ അതിനേക്കാൾ അപകടകരമായത് കടലിലേക്ക് അതിനെ അയക്കാൻ കഴിവുള്ള ആയുധമാണെന്നാണ് ഖമേനി പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം തങ്ങളുടെ രാജ്യത്തുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പലപ്പോഴും അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഏറ്റവും ശക്തമായ സൈന്യത്തിന് പോലും ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്തത്ര കഠിനമായി തിരിച്ചടിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഖമേനി പറഞ്ഞു. അമേരിക്കയുടെ പ്രകോപനങ്ങൾ വിജയിക്കില്ല. ഇറാൻ സൈന്യം സജ്ജമാണ്. ഭീഷണികളും പ്രസംഗങ്ങളും നടത്തുകയല്ലാതെ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ നശിപ്പിക്കാൻ ട്രംപിന് കഴിയില്ല എന്നും ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞു. ഇറാൻ തീരത്തോട് ചേർന്ന് നങ്കൂരമിട്ടിരിക്കുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യം വെച്ചാണ് ഖമേനിയുടെ പ്രസ്താവനയെന്നാണ് പുറത്തുവരുന്ന സൂചന. 5000-ലധികം സൈനികരുള്ള എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിൽ F-35 അടക്കമുള്ള 90ഓളം യുദ്ധവിമാനങ്ങളാണുള്ളത്. ഇറാനിൽ നിന്ന് ഏകദേശം 700 കിലോമീറ്റർ അകലെ ഒമാൻ തീരത്താണ് നിലവിൽ ഈ കപ്പലുള്ളതെന്നാണ് BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഒമാൻ കടലിൽ റഷ്യയുമായി ചേർന്ന ഇറാൻ നാവികാഭ്യാസം നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയിൽ നിന്നുള്ള സൈനിക സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ തങ്ങളുടെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ കോൺക്രീറ്റും മണ്ണും ഉപയോഗിച്ച് ഭൂഗർഭ ബങ്കറുകളാക്കി മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇറാനെന്നാണ് പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയുടെ വിശകലന പ്രകാരം നയതന്ത്ര ചർച്ചകൾ തുടരുമ്പോഴും തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളെ വേഗത്തിൽ ബലപ്പെടുത്തുന്ന തിരക്കിലാണത്രേ ഇറാൻ. ഇതിന്റെ ഭാഗമായി പാർച്ചിൻ സൈനിക സമുച്ചയത്തിലെ പുതിയ തലേഗൻ 2 എന്ന കേന്ദ്രം മണ്ണുപയോഗിച്ച് പൂർണ്ണമായും മൂടാനുള്ള നടപടികൾ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിന്റെ ഫെബ്രുവരി 13 ലഭിച്ച ചിത്രങ്ങൾ പ്രകാരം പ്രധാന ഘടനയ്ക്ക് ചുറ്റും കോൺക്രീറ്റ് കവചം നിർമ്മിച്ചതായി കാണാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.